മകത്ത് 2-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത്. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അടുത്തത് അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അടുത്തത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഓടിച്ചു വായിച്ചു. ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ സംഭവിച്ച കാര്യമാണ് ഈ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8. ഈ സുവിശേഷത്തെ പറ്റി പഠിക്കുമ്പോൾ ഇവിടെ ദൈവദാസന്മാർക്കും നിങ്ങൾക്കുമൊക്കെ നല്ലതുപോലെ അറിയാം. ആദ്യത്തെ 4 സുവിശേഷ പുസ്തകം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. മത്തായി പഠിക്കുമ്പോൾ യഹൂദനെ ഉദ്ദേശിച്ച മത്തായി എഴുതിയിരിക്കുന്നത്. യഹൂദന്മാർക്ക് പാരമ്പര്യം ഇഷ്ടമാണ്, പാരമ്പര്യം. അതുകൊണ്ട് ആ തുടക്കത്തിലെ പിതാക്കന്മാരുടെ കാര്യം, അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായി യേശുക്രിസ്തുവിന്റെ വംശാവലി. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ചരിത്രം പറയുമ്പോൾ യഹൂദനെ ഇഷ്ടപ്പെടുന്നത് പാരമ്പര്യം പറയണം. നമ്മുടെ ആൾക്കാർക്ക് ചിലർക്ക് അങ്ങനെ പറഞ്ഞാൽ എൻ്റെ അപ്പച്ചനെയാണ് തോമാസ് ലീഗ പണ്ട് മുക്കിയെന്ന്. നിങ്ങൾ സമ്മതിക്കുകയല്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. ഇത് ചിലർക്ക് കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഏതാ? അപ്പച്ചന്റെ. യഹൂദന്മാർക്കും ഇത് ഇഷ്ടമാണ്. അതുകൊണ്ട് ആ തൊടി കൈക്ക് കൊടുത്തത് അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായി യേശുക്രിസ്തുവിന്റെ വംശാവലി. നമ്മുടെ ആൾക്കാർക്ക് വംശാവലി ഇഷ്ടമാണ്. പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം, പിണങ്ങാലും ഒന്നുമില്ല. നമ്മൾ ഈ പാരമ്പര്യത്തിന് എതിരാന്നാ പറയുന്നത്. പക്ഷെ കൂടുതൽ ഇപ്പൊ പാരമ്പര്യം നമ്മുടെ ആൾക്കാരാ. അതെ, മനസ്സിലാകുന്നില്ല. പറയാം, പാരമ്പര്യത്തിൽ നമ്മൾ കർക്കശമായി പറയും വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള അത് പറയും. പക്ഷെ മിക്ക ആൾക്കാർ ഉദാഹരണമല്ല, അനുഭവമാണ്. ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ചില ചോദിക്കും, പേരെന്താ? പേര് അനീഷ്. ഏത് സഭയല്ല? ഇന്നെടുത്ത എത്ര നാളായി? അപ്പം നമ്മൾ പറയാം ഒരു 10-30 കൊല്ലം ആയുള്ളൂ. ഞങ്ങൾ ജനിച്ചത് ഇതിനകത്താണ്. ചെല്ലി പറയുന്നത് ഞങ്ങളുടെ അപ്പച്ചനാ തുടങ്ങിയത്. വേറെ ചെല്ലി പറയുന്നത് എൻ്റെ വല്യപ്പച്ചനാ ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ കൂടുതൽ പാരമ്പര്യം ഇപ്പോൾ താല്പര്യം ആർക്കാ? മിണ്ടുന്നില്ലാരും. എന്നാ മിണ്ടണ്ട. യഹൂദനെ പാരമ്പര്യം വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അബ്രഹാം എന്ന വ്യക്തിയിൽ തുടങ്ങിയത്. അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായി യേശുക്രിസ്തുവിന്റെ വംശാവലി. അപ്പോൾ യഹൂദനെ ഉദ്ദേശിച്ചായി എഴുതിയത്. എന്നാൽ മർക്കോസ് റോമാക്കാരെ ഉന്നം വെച്ചാണ് എഴുതിയത്. റോമാക്കാർക്ക് വലിച്ചു വാരി പറയുന്നത് ഇഷ്ടമല്ല, പെട്ടെന്ന് പറയണം, ഷോർട്ടായിട്ട് പറയണം. അതുകൊണ്ടാണ് 16 അധ്യായമേ ഉള്ളൂ. മറ്റേത് പാരമ്പര്യമെല്ലാം ചേർത്തത് കൊണ്ട് 28. എന്നാൽ ലൂക്കോസ് ചരിത്രം നല്ലതുപോലെ പഠിച്ചയാളാണ്. അതുകൊണ്ട് ചരിത്രങ്ങൾ യവനായരെ ജാതികളെ ഉദ്ദേശിച്ച ഒരു കാര്യം പറയാം, യഹൂദനും ദൈവസഭയും ഒഴിച്ച് സകല എണ്ണവും ജാതികളാണ്. അങ്ങനെ ആ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. യഹൂദനും ദൈവസഭയും ഒഴിച്ച് ബാക്കി മുഴുവനെണ്ണോ ജാതികളാണ്. അതുകൊണ്ട് വലിയ നെകളൊന്നും ആർക്കും ഉണ്ടാകരുത്, ആ ഭാഗം അങ്ങ് വിടുക. അപ്പൊ ഇത് ജാതികളെ ഉദ്ദേശിച്ചാണ് എഴുതിയത്. അതുകൊണ്ട് ലൂക്കോസ് ചരിത്രം നല്ലതുപോലെ പഠിച്ച് അപഗ്രഥിച്ച് പഠിച്ച ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 വായിക്കാം. ദൈവത്തിന്റെ മഹത്വം. ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുക. അപ്പോൾ ക്രമമായിട്ട് എഴുതി ആദ്യം മുതൽ പഠിച്ചു, സൂക്ഷ്മമായി പഠിച്ചു, ചരിത്രം പഠിച്ചു. ലൂക്കോസ് എല്ലാം കൃത്യമായി പഠിച്ചാണ് എഴുതിയത്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. അതുകൊണ്ട് ആ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ ആ 2-ാം അധ്യായത്തിന്റെ 8 മുതൽ നടന്ന സംഭവം വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുക. ആ തിരുപ്പിറവിയോട് ബന്ധപ്പെട്ട് മനുഷ്യകുലത്തിന് എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ സുവിശേഷത്താൽ എന്തൊക്കെ സംഭവിച്ചു. സുവിശേഷം യേശുക്രിസ്തുവാണ് സുവിശേഷം. സുവിശേഷത്താൽ എന്തൊക്കെ സംഭവിച്ചു? ഞാൻ മിക്കയിടങ്ങളിലും പറയാറുണ്ട്, ഒന്നുകൂടെ ആവർത്തിക്കുക. 1, സുവിശേഷത്താൽ ഇരുട്ട് മാറി. ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. അതെന്താ പറയാം? അവിടെ രാത്രിയിൽ എന്ന പദമുണ്ട്.
ആ രാത്രിയിൽ ഒരു വെളിച്ചം വീശി മിന്നി. അപ്പോൾ അതിന്റെ അർത്ഥം ഇരുട്ട് മാറി വെളിച്ചമുണ്ടായി. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്. വ്യക്തി ജീവിതങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. കുടുംബങ്ങളുടെ ഇരുട്ട് മാറ്റിത്തരുന്ന മാർഗമാണ് സുവിശേഷം. ദേശത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. രാജ്യങ്ങളുടെ, രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. എന്തിനാ ഞാനേ അധികം വിവരിക്കുന്നില്ല. ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. ചിലർക്ക് എന്നുള്ളത് വെളിയിലുള്ളവർക്കല്ല, ഇതിനകത്തിരിക്കുന്ന കുറച്ച് വിശുദ്ധന്മാർക്ക് ഇഷ്ടപ്പെടുകയില്ല. ഞാൻ ചില കാര്യം പറഞ്ഞാൽ വെളിയിലുള്ളവർക്ക് ഇഷ്ടപ്പെടും, ഇതിനകത്ത് പരമവിശുദ്ധന്മാർ കുറേ എണ്ണം കാണും, അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലേലും പറയാം. ഇത് ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. അതെന്താ പറയാ? ഒരു കാലത്ത് ഈ കേരളത്തിൽ, ഈ രാജ്യത്തിൽ ഇപ്പോഴും ഉണ്ട്, എങ്കിലും വലിയ രൂക്ഷതയില്ല, കുറച്ചൊക്കെ ശമിച്ചു. ഇരുട്ടായിരുന്നു. എങ്ങനെ ഇരുട്ടെ പറയാം. സാധുവർഗത്തിൽപ്പെട്ടവർക്ക്, അധകൃതരാകുന്ന ആൾക്കാർക്ക് ഇതിലെ വഴിയെ നടക്കാനൊക്കത്തില്ല. ഊന്നുകല്ലിന്റെ മെയിൻ റോഡിൽ കൂടെ ഒന്നും പാവത്തങ്ങൾക്ക് നടക്കാനൊക്കത്തില്ല. 100 കൊല്ലം മുമ്പ് നടന്നാൽ പടപടാ നടി വരും. അവര് വലിയ പുള്ളിക്കാർ നടന്നു പോകുമ്പോൾ ശബ്ദമുണ്ടാക്കും, ഹോയ് 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 എന്ന്. അപ്പോൾ ചെറിയ പുള്ളിക്കാർ കണ്ണൻ ദൃഷ്ടിയിലെങ്കിൽ ചെന്ന് പെട്ടേക്കരുത്. അതുകൊണ്ട് ആശാൻ ഒരു വരി എഴുതി, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ ചെന്ന് കണ്ണിലെങ്കിൽ പെടരുത്. പന്നിക്കും പട്ടിക്കുമെല്ലാം ഇതിലെ വഴി നടക്കാം, മനുഷ്യന് നടക്കാനൊക്കത്തില്ല. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങളുടെ വല്യപ്പച്ചൻ ഉത്തരീയ വീട്ടിലേക്ക് നടന്നു. നിങ്ങളുടെ വല്യപ്പച്ചന്റെ കാര്യമല്ല പറഞ്ഞേ. അല്ല, ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട്. ഒരു കാലത്ത് അങ്ങനത്തെ അന്ധകാരമായിരുന്നു ഈ ദേശം, ഈ രാജ്യം. സാധുക്കളാകുന്ന പ്രിയപ്പെട്ടവർക്ക് വഴി നടക്കാനൊക്കത്തില്ല. പട്ടിക്കും പന്നിക്കും വഴിയിൽ കൂടെ പോകാൻ മനുഷ്യന് പോകാനൊക്കുകയല്ല. ഞാൻ ചരിത്രത്തിലേക്ക് എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. മാത്രമാണോ, വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല. സംസ്കൃതം ദേവഭാഷയാണ്, ദേവഭാഷ. അത് അധകൃതൻ ചൊല്ലരുത്. സംസ്കൃതം ഏവമുഖതം ഋഷികേശം ഗുണാകേശേന ഭാരത അതിഭൂതം ശക്തിം പ്രോക്ത അതിദൈവം കിമുച്ഛതേ. ഇത് സാധുക്കൾ ചൊല്ലരുത്. അടുത്ത് നിന്ന് കേൾക്കരുത്. കേട്ടാൽ ചെവിക്കകത്ത് ഈയ ഉരുക്കി ഒഴിക്കും. ഉച്ചരിച്ചാൽ അവന്റെ നേവ് പിഴുതെടുക്കും. അങ്ങനെയൊക്കെ ഒപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ദോഷം. ഇതുപോലെ അന്ധകാരം പിടിച്ച സ്ഥലം എവിടെ ഇരിക്കുന്നു? എന്നാൽ അതിന് മാറ്റം വരുത്തുവാൻ ഇടയാക്കിയതിന്റെ മൂല കാരണം ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. അത് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. വഴക്കുണ്ടാക്കാനോ വക്കാണോ ഉണ്ടാക്കാനോ അനാവശ്യം പറയാനല്ല, ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ഒരു സാഹിബ്, എല്ലാ സാഹിബന്മാരും ഒന്നും നല്ലതല്ല, ഗുണം പിടിക്കാത്ത സാഹിബന്മാരും ഉണ്ട്. കേരളത്തിൽ ഇപ്പോഴും വരുന്നുണ്ട്. എവിടാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, ഉണ്ടെന്ന്. എന്നാൽ യേശുവിനെ അറിഞ്ഞ ദൈവകൃപയകത്തുള്ള സാഹിബന്മാരുണ്ടായിരുന്നു. ഒരിക്കലൊരു സാഹിബ് വർഷങ്ങൾക്ക് മുമ്പ് വണ്ടിയെ പോവുക, വില്ല് വണ്ടിയെ പോകുമ്പോൾ ഒരു കണ്ടത്തിലെ ഒരു മനുഷ്യനെയും മാടിനെയും കൂടെ വെച്ച് കണ്ട വിടുന്നു. ഒരു വശത്ത് മനുഷ്യൻ, ഒരു വശത്ത് മാട്, കണ്ട വിടുക. സാഹിബ് വണ്ടി നിർത്താൻ പറഞ്ഞു, നിർത്തി. ആ മാടിനെ അവിടെ നിർത്തി വെച്ച് മനുഷ്യനെ ഓട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. ആ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ വണ്ടിയെ കയറ്റി അദ്ദേഹം പാർക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് വസ്ത്രമൊക്കെ കൊടുത്ത് ഭക്ഷണം കൊടുത്ത് അയാൾ ആരോഗ്യവാനായി. ആ പരുവക്കേടെല്ലാം മാറി. അക്ഷരം പഠിപ്പിച്ചു. അക്ഷരം. അതുകൊണ്ടല്ലയോ ആശാൻ ഒരു വരി എഴുതിയില്ലയോ, അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അക്ഷരം അറിയത്തില്ല. അപ്പൊ അക്ഷരം അറിയാഞ്ഞത് കൊണ്ട് എഴുത്തും വായന അറിയത്തില്ല. അതുകൊണ്ട് അറിവില്ല. യക്ഷിയും പേയുമെല്ലാം ദൈവമാണെന്ന് ചിന്തിച്ചു. ആശാന്റെ വരികളൊക്കെ, കുമാരനാശാന്റെ വരികളൊക്കെ നല്ല കടക്കെ കൊണ്ട് കത്തിവെക്കുന്ന ആളാ, ആശയ ഗംഭീരനാ. അപ്പോൾ ഈ മനുഷ്യനെ കൊണ്ടുവന്ന് അക്ഷരം പഠിപ്പിച്ചു. അക്ഷരം പഠിച്ചപ്പോൾ എഴുത്തും വായനയും പഠിച്ചു. എഴുത്തും വായനയും പഠിച്ചപ്പോൾ വിവരമുണ്ടായി. ആ മനുഷ്യൻ ഒരു ദൈവപൈതലായി തീർന്നു. അപ്പോൾ അറിവ് തരുന്ന, വിവരമുണ്ടാക്കുന്ന അവൻ സ്വന്തം രക്ഷയിലേക്ക് നടത്തുന്ന മാർഗമായി സുവിശേഷം. ഇത് മതം മാറ്റമല്ല, മതം മാറുകയല്ല, സഭ മാറുകയല്ല, സംഘടനയും മാറ്റുകയല്ല. ചെല്ലു പറയുന്നു കഞ്ഞിയും കാശുമൊക്കെ കൊടുത്ത് ആൾക്കാരെ ഇതിനകത്ത് ചേർക്കുന്ന. എൻ്റെ മുന്നേ ചോറ് കൊടുത്തിട്ട് കേൾക്കുന്നില്ല. ചോറ് കൊടുത്തിട്ട് ഇത് കഞ്ഞി കൊടുത്തു ഒന്നുമല്ല. എന്തിനാ ദൂരോട്ട് വന്ന്? എനിക്കാരും കഞ്ഞി തന്നല്ലല്ലോ ഇതിനകത്ത് വന്നേ. വേറെ ആരുടെ കാര്യം പറയണ്ടല്ലോ. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചത്. എൻ്റെ പിതാവിന് കള്ളുഷാപ്പിലെ ഒരു ചെറിയൊരു ജോലി. ആ
അതുകൊണ്ടാണ് ഞങ്ങളെ മക്കളെ വളർത്തിയത്. നല്ല മനുഷ്യനായിരുന്നു. ഞാൻ സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു, ചികിത്സകളൊക്കെ ചെയ്തു. അന്നത്തെ വിശ്വാസം അനുസരിച്ച് പല കാര്യം ചെയ്തു. എനിക്ക് വേണ്ട വിധത്തിൽ ആശ്വാസം ഒന്നും ലഭിച്ചില്ല. എങ്കിലും വളരെ പക്വതയോടാണ് ജീവിച്ചത്. ഒരു സന്ധ്യാസമയത്ത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു പെന്തിക്കോസ്തുകാരുടെ വീടിന്റെ മുറ്റത്ത് ഒരു യോഗം, ദൂരെ മാറി മരത്തിന് മറഞ്ഞിരുന്ന് യോഗം ശ്രദ്ധിച്ചു. അപ്പോൾ ഹൃദയത്തിലൊരു ചിന്ത, ഇവർ പ്രാർത്ഥിച്ചാൽ ദൈവം സൗഖ്യം തരും. മുൻപോട്ട് കടന്നു എന്ന് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. ആരും നിർബന്ധിച്ചതല്ല, അവർ ക്ഷണിച്ചതല്ല, അവർ നിർബന്ധിച്ചതല്ല, അവർ കഞ്ഞി തന്നതല്ല, കപ്പ തന്നതല്ല, കാച്ചും തന്നതല്ല. പിന്നെ ഞാൻ അങ്ങോട്ടാണ് ഇപ്പം കാച്ചു കൊടുക്കുന്നത്. ദൈവമക്കൾ തരുന്നതിൻ്റെ അങ്ങോട്ട് എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ദാസന്മാർ ചിലര് എൻ്റെ ശിരസ് കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു സൗഖ്യമാക്കി. ഞാൻ ഒന്നുകൂടെ ഊന്നി പറയാം, യേശു ക്രിസ്തു ഒരു മതത്തിന്റെ ദൈവമല്ല, ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, ഒരു സംഘടനയുടെ ദൈവമല്ല. ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ദൈവം, അത് നിങ്ങളുടെ ദൈവം. അയ്യോ, ദൈവം ഒന്നേ ഉള്ളൂ, ഏക ദൈവം. ആ മഹാനായ മനുഷ്യനതല്ലേ പറഞ്ഞത്, ഗുരുദേവനെ, അവൻ ഒരു ജാതി ഒരു മതം. അങ്ങേർക്ക് വിവരം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നേ, അങ്ങേർക്ക് നല്ല അറിവും വിവരവും ഉണ്ടായിരുന്നു. ഒരേ ഒരു ദൈവം. യാക്കോബിന്റെ ലേഖനമൊക്കെ അങ്ങനെ, പുറപ്പാട് പുസ്തകത്തിലും ആവർത്തനത്തിലും ദൈവം ഏകനല്ലോ, ഏക ദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം. ഈ കാണുന്ന സകല ചരാചരങ്ങളെയും അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ട കോടിദാനങ്ങളെ സൃഷ്ടിച്ചവൻ ദൈവമാണ്. സ്തോത്രം. 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കുമാറ് അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകർ എണ്ണീട്ടുള്ള നക്ഷത്രം ആകമാനം സൂക്ഷ്മമായി 60 കോടി എന്നറിയണം. ഭൂവിലും മടങ്ങഴും ഭാഗവൻ ബൃഹസ്പതി 8 ചന്ദ്രന്മാരോടും 12 ലക്ഷാധികം അർക്കനും നേരിഷ്ടമാം 5 ലക്ഷം കോടികൾ മൈൽ ദൂരവേ ചരിക്കുന്നു. ഭൂഗോളം ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകവേ 28,000 പരിണാകമെന്ന. ഈ കാണുന്ന സകല ചരാചരങ്ങളെയും അണ്ടകടാകത്തെയും നിർമ്മിച്ച സർവശക്തനായ ദൈവം, ഏക ദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. തീത്തോസിന്റെ ലേഖനത്തിൽ വായിക്കാം, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. അന്ന് രാത്രി അവിടെയുള്ളവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവദാസന്മാർ ചിലര് ശിരസ് കൈവച്ച് പ്രാർത്ഥിച്ചു. ആ രാത്രി യേശു സൗഖ്യമാക്കി. അങ്ങനെയാണ് ഞാൻ ഈ മാർഗത്തിൽ വന്നത്. എല്ലാം വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. നമ്മളെ പറ്റി ആൾക്കാർക്കൊക്കെ പല അഭിപ്രായങ്ങളാണ്. എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. നേരത്തെ വന്നപ്പോഴല്ല ഇതിൻ്റെ കാര്യം ബോധ്യപ്പെടുന്നത്. പണ്ട് ആൾക്കാർ പറയും, പെന്തിക്കോസ്തുകാരെ ആൾക്കാരെ എല്ലാം ഇടിച്ച് കണ്ണടച്ച് ഫോട്ടോ എടുത്ത് അമേരിക്കയ്ക്ക്, നിങ്ങളിങ്ങോട്ട് വന്ന് നോക്ക്, പ്രാർത്ഥിക്കാൻ പോലും കണ്ണടയ്ക്കുന്നില്ല. പിന്നെ അതിന് ഫോട്ടോയ്ക്ക് നിങ്ങളിങ്ങോട്ട് വാ, നിങ്ങൾ 10 പേര് സ്റ്റേജിൽ ഇരുന്ന് നോക്കണം. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഉടനെ ഇങ്ങനെ നോക്കുക. അത് ഏതവൻ കണ്ണടയ്ക്കാനാ? എന്തിനേറെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും കണ്ണ് തുറന്ന് നോക്കും ചിലരെ. അതുകൊണ്ട് കണ്ണടച്ച് ഫോട്ടോ ഒന്നും കൊടുത്താലൊന്നും കാര്യം നടക്കുകയില്ല. സ്തോത്രം. ഇന്നാളൊരാൾ ചോദിച്ചു, ഒരാൾക്ക് എത്ര കിട്ടുമെന്ന്. അവരുടെ ചിന്ത എന്നാണെന്നറിയാമോ? നമ്മൾ ഒരാളെ ഇതിനകത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് സായിപ്പ്, അയ്യോ നമ്മളെക്കാളും വിളവായിപ്പോൾ സായിപ്പന്മാർക്ക്. അതെ, എറണാകുളത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി വേറൊരു സ്ഥലത്തോട്ട് പോകണം. അപ്പം ഓട്ടോ ഇങ്ങനെ നിരന്ന് കിടക്കുക. ഞാൻ ഒരു ഓട്ടോയിൽ കയറാൻ ഒരുങ്ങി. അപ്പോൾ ഒരു സായിപ്പും വേറൊരു ഓട്ടോയിൽ കയറി. കണ്ടിങ്ങനെ പുള്ളി ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോയി. ഞാനും പുറകെ ഒരു ഓട്ടോയിൽ കയറി എനിക്ക് പോകേണ്ട സ്ഥലത്തോട്ട്. പക്ഷേ 2 ഓട്ടോയും ഒരു സ്ഥലത്തോട്ടാണ് ചെല്ലുന്നത്. അതെ, ഞാനും ചെന്ന് ഇറങ്ങി, സായിപ്പും ഇറങ്ങി ഒരു സ്ഥലത്ത്. എനിക്ക് സായിപ്പിനെ പരിചയമൊന്നുമില്ല. അപ്പോൾ ഓട്ടോക്കാരനോട് ഞാൻ ചോദിച്ചു, എത്ര രൂപയായി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു 35 രൂപ. ഞാനെടുത്ത് കൊടുത്തു. സായിപ്പ് ജന്മം ചെയ്താൽ കൊടുക്കുകയല്ല. അയാൾ പറഞ്ഞു 25. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, 25. ഞാൻ 35 കൊടുത്തു. എനിക്ക് യോഗത്തിന് പോകണം, അവിടെ കിടന്ന് തർക്കിക്കാൻ. സായിപ്പ് കൊടുത്തില്ല. അയാൾ ചാർട്ടെല്ലാം എടുത്ത് കാണിക്കുക, അവിടെ ഇത്ര കിലോമീറ്ററേ ഉള്ളൂ പോയിന്റ് സഹിതം. എന്നാലും ആ സായിപ്പ് കാശ് തരുന്നെന്ന്. നല്ല ഏലായി. കയ്യറത്ത ഉപ്പ് തേക്കാത്ത സായിപ്പന്മാരും. ഇത് സായിപ്പ് തരുന്ന കാശൊന്നുമല്ല. ചില ആൾക്കാർ ധരിച്ചു വച്ചേക്കുന്നത് ആൾക്കാരെ ഇതിനകത്ത് കൊണ്ടു ചെല്ലുമ്പോൾ കാശ് കിട്ടുന്നെന്നാ. കൊള്ളാം, ഞങ്ങളുടെ സഭയിലോട്ട് പോവാ, ഇങ്ങോട്ട് വരുന്നതിന് അങ്ങോട്ട് കൊടുക്കുക. വണ്ടിക്കൂലി ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഇത് സായിപ്പ് തരുന്നൊന്നുമല്ല. ഒരു കാര്യം പറയാ, ഇത് കാശ് കൊടുത്ത് മാർഗത്തിൽ കാശ് കൊടുത്ത് അങ്ങനെ ചേർക്കുന്നെങ്കിൽ എല്ലാവരും കാശ് കൊടുത്തങ്ങ് ചേർക്ക്. പിന്നെ ഞങ്ങളെ കണ്ട കാശില്ലെന്നൊന്നും പറയുകയില്ല. ആണ്ടിരിക്കുന്ന കണ്ടില്ലേ, നല്ല ഇതായിട്ടാ. ഇങ്ങോട്ട് വന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയത് ചരിച്ചിട്ടടിച്ചാ, 3 അടി അടിച്ചാ. പെട്രോൾ അധികം ഇല്ലാഞ്ഞിട്ട്. ഇനി തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു പരത്തിന് പോവുക. പക്ഷേ പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഒന്നുമില്ലേലും ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ.
ഞാൻ പണ്ടൊരു സ്ഥലത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരപ്പച്ചൻ കുറുക്ക് ചാടി. വളരെ പതുക്കെയാ വന്നത്. അപ്പം ഈ അപ്പച്ചൻ്റെ ലക്ഷണം കണ്ടപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചപ്പോഴോട് പറഞ്ഞു, ഈ മൂപ്പിൽ ചാടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ആ ലക്ഷണം കണ്ടപ്പോൾ പിടികിട്ടി. വണ്ടി പതുക്കെ വിടാൻ പറഞ്ഞു. വണ്ടി പതുക്കെ പറഞ്ഞതുപോലെ തന്നെ അങ്ങേ കഴിഞ്ഞ പുള്ളി എടുത്തൊരു ചാട്ടം. എന്തായാലും വണ്ടി ചെറുതായിട്ട് മുട്ടി. എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അതാണല്ലോ അതിൻ്റെ ആദ്യത്തെ നടപടി. അന്നേരം കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർമാരെല്ലാം പരിശോധിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ല. എന്നാലും പ്രാരംഭ നടപടി എന്ന വണ്ണം ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം വേറൊരാൾ, മറ്റേ വിഭാഗത്തിലുള്ള ഒരാൾ പറഞ്ഞു, അയ്യോ വണ്ടി മുട്ടി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, ഈ നോട്ടുകെട്ടുകൾ പറക്കുകയായിരുന്നെന്ന്. എന്നാ സങ്കടപ്പെട്ടിരിക്കുന്നു. നോട്ടുകെട്ടുകൾ പറക്കുകയായിരുന്നു. ഇതാ അഭിപ്രായം. പിന്നെ ഒരു കാര്യമുണ്ട്, ഗതികേട് പിടിച്ചവൻ ആ വണ്ടിയിലെന്ന് പറയുന്നില്ലല്ലോ. ഒരു ഐറ്റിപ്പഴയായിരുന്നു അങ്ങനെ പറയുന്നില്ലല്ലോ. പറക്കട്ടെ. ഒരു കാര്യം പറയാം, ഇത് കാശ് കൊടുത്ത് ചേർക്കുന്ന മാർഗമല്ല. അങ്ങനെ ആരെയും ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ വന്നിട്ടുള്ള ആരുണ്ടെങ്കിലും ഇന്ന് രാത്രി ഇങ്ങോട്ട് വരണം, കൈ വച്ച് പ്രാർത്ഥിക്കും, നീ വന്നിടത്തോട്ട് പൊക്കോണം, ഇവിടെ കിടന്ന് മെനക്കേട് ഒപ്പിക്കരുത്. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വന്നവര് ഇന്ന് രാത്രി വന്നാൽ കൈ വച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വിടുവന്ന് വഴക്കൊണ്ട. ഇത് കാശ് കൊടുത്ത് ചേർക്കുന്ന മാർഗമല്ല. ഒരു കാലത്ത് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, യാതൊരു ഗത്യന്തരമില്ലാതെ നിരാശയുടെ അടുത്തൊട്ടിൽ ജീവിതം ഹോമിച്ച് കളയുവാൻ, ജീവിതം വേണ്ടാന്ന് ചിന്തിച്ച് ആത്മഹത്യയുടെ വക്കിലും ആത്മഹത്യ ചെയ്യാനൊക്കെ ഒരുങ്ങി അനേകരുണ്ട്. എന്നാൽ യേശുവിന്റെ സ്നേഹം വന്നു. യേശുവിന്റെ സ്നേഹം ഞങ്ങളെ തേടിയെത്തി. ഇപ്പോൾ സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, ശാന്തതയുണ്ട്. ഇന്ന് രാത്രി ഈ അനുഭവം ആ ദൈവം ഞങ്ങൾക്ക് തന്നത്. കാശ് കൊടുത്തൊന്നും നേടുന്ന മാർഗമല്ല. സ്തോത്രം. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ സുവിശേഷം മനുഷ്യന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ഈ രാജ്യത്ത് എന്തോ ഇരുട്ടായിരുന്നു. അയ്യോടാ, പണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലയോ, പണ്ട് കാലത്ത് എല്ലാവർക്കും ഒന്നും ആശുപത്രി ചെല്ലാനൊക്കത്തില്ല. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ എല്ലാവർക്കും ഒന്നും ചെല്ലാനൊക്കത്തില്ല. സാധുക്കള് അധകൃതരാകുന്ന ആൾക്കാർക്ക് ആശുപത്രി കയറ്റിയല്ല. ഡോക്ടർമാർ അടുത്തിരുന്നൊന്നും പരിശോധിക്കില്ല. അയിത്തമാ. അവരെയൊക്കെ അങ്ങ് ദൂരെ നിർത്തും. ചരിത്ര പുസ്തകമൊക്കെ വായിക്കുന്നവർക്കറിയാം, മാവേലിക്കരയ്ക്ക് അടുത്ത് ആശുപത്രിയിലെ അടുത്ത് ചെല്ലാനൊക്കത്തില്ലായിരുന്നു. ദൂരെ മാറി നിൽക്കും. എന്നാൽ കാശുള്ളവരെയും കഴിവുള്ളവരെയും നിറവുള്ളവരെയും നിലവാരമുള്ളവരെ പിടിപ്പുള്ളവരെയൊക്കെ അടുത്തിരുത്തി കുടലിൽ വെച്ച് നന്നായിട്ട് പരിശോധിക്കും. മറ്റേത് ഇതുങ്ങളെ ഒന്നും പരിശോധിക്കല്ല, നോക്കും. എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടം നിൽക്കുക. നോക്കിയേച്ച് ഒരു കണക്കിന് അങ്ങ് കൊടുക്കുക. തൊടാനൊക്കത്തില്ല. പിന്നെ ഇവരുടെ പേര് കിട്ടുന്ന മരുന്ന് ഇവരടിച്ചു മാറ്റുന്നുമുണ്ട്. ഗവൺമെൻറ് ചിലപ്പോൾ കൊടുക്കും, അതൊക്കെ വേറെ കക്ഷികളിൽ നിന്ന്. അപ്പം ഞങ്ങളുടെ ഒരു അപ്പച്ചനെ ഒരു പാട്ടെഴുതി, പാടാൻ വയ്യുന്നു, തൊണ്ടയെല്ലാം അടഞ്ഞിരിക്കുക, നിങ്ങളുടെ ഇഷ്ടം അതാണല്ലോ. അപ്പോൾ അപ്പച്ചനെ ഒരു പാട്ടെഴുതി, നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ചില്ലകിലെ കാഴ്ചവർഗിടുന്നു. ഇവർക്ക് കിട്ടേണ്ട മരുന്ന് അവർ അടിച്ചു മാറ്റുക. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ചില്ലകിലെ കാഴ്ചവർഗിടുന്നു. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. സർക്കാർ ആശുപത്രികൾ ഈ വിധമായാൽ സാധുജനങ്ങൾ എന്തു ഗതി, വെറും ആകുലം തീർപ്പാൻ എന്തു ഗതി. അപ്പൊ നല്ല നല്ല ആൾക്കാർ വന്നാൽ അവരെ പിടിച്ചിരുത്തി പരിശോധിക്കും, മറ്റവരെ പരിശോധിക്കത്തില്ല. അയിത്തമല്ലേ. പിന്നെ വേറെ പരിശോധന ഉണ്ട്. അതെല്ലാം കൂടെ പാടിയാൽ ഇന്ന് അലോഗ്യം ഉണ്ടാകും. ഒരു പാടണം തോന്നിച്ചാ പുള്ളി പറയുന്ന പാടാൻ. വേറെ ചില ആൾക്കാരെ പരിശോധിക്കും. അത് പരിശോധന വേറെ പരിശോധനയാ. പാടണോ? ആയിക്കോട്ടെ. കെട്ടുപ്രായം തികയാത്ത തരുണിമാൽ വന്നിടുമ്പോൾ മട്ടുമാറി എഴുന്നേക്കും പരിശോധിക്കും. പാടണോ? വേണ്ട, ഇപ്പം പുള്ളിക്ക് വേണ്ട, മതി. അതാ ഞാൻ ചോദിച്ച പാടണോ. അപ്പൊ സാധുക്കളാകുന്ന ആൾക്കാരെ പരിശോധനയൊന്നുമില്ല. അവരുടെ മരുന്നുകൂടെ അടിച്ചു മാറ്റി വിൽക്കും. ഞാൻ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല, വഴി നടക്കാനൊക്കത്തില്ല. വിദ്യ അഭ്യസിക്കുക. എന്തിനാ ദൂരോട്ട് പോകുന്നത്? ഇവിടെ അല്ലയോ സരസകവി മൂലൂര് പത്മനാഭ പണിക്കർ എലവന്തിട്ട. പിന്നെ നിങ്ങൾ ചരിത്രം പഠിച്ചേ. ആ മനുഷ്യനെ മൂലൂർ പത്മനാഭ പണിക്കർ, നിങ്ങൾക്ക് ചരിത്രം അറിയാവുന്നവർക്കറിയാം. പണ്ട് കാലത്ത് പുള്ളിയെ പണിക്കർ എന്ന് സംബോധന ചെയ്യത്തില്ല, പണിക്കര്. അക്ഷരപ്രയോഗം മനസ്സിലായി, പണിക്കര്. അതങ്ങനെ പണിക്കൻ
പണിക്കൻ. പിന്നെ ചരിത്രം പഠിക്കുക, നിങ്ങളെ പുസ്തകം വായിച്ചു നോക്ക്. ഞാൻ അടുത്ത കാലത്ത് ആ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു മാന്യ സഹോദരി ആ വീട്ടിലുണ്ട്. ഞങ്ങൾ സംസാരിച്ചു, കുറച്ച് പുസ്തകമൊക്കെ എനിക്ക് തന്നു. ഞാനത് വീട്ടിൽ കൊണ്ടുപോയി രാത്രിയിലൊക്കെ ഇരുന്ന് നോക്കി പഠിച്ചു കുറേ കാര്യം. നിങ്ങൾ ചുമ്മാ ഇരിക്കല്ലയോ, പോയൊരെണ്ണം മേടിച്ച് പഠിക്കും. നല്ല കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാമോ, കുമ്പനാടിനടുത്ത് ഉണർവ് നടന്ന സ്ഥലമാണ് പൂവത്തൂര്. നമ്മുടെ ബന്ധുക്കോസുകാരെല്ലാം അത് എഴുതി വെച്ചിട്ടുണ്ട്, പൂവത്തൂർ ഉണർവ്. അതിന് തൊട്ടടുത്ത പുല്ലാട് ലേഖള. ആ പുല്ലാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധുവായ സഹോദരൻ ചെറുപ്പക്കാരൻ പയ്യനെ പള്ളിക്കുടുത്തി കൊണ്ടിരുത്തി. പുല്ലാട്ട് ഇവിടെ അടുത്താ. ആ സാധുവായ പയ്യനെ ഈ പള്ളിക്കുടുത്തിലിരുത്തിയതിന് അന്ന് കാലത്ത് പുല്ലാട്ടുള്ള പ്രമാണിമാരെല്ലാം കൂടെ ചേർന്ന് ആ പള്ളിക്കുടത്തിന് തീ വെച്ചു. അവിടെ നടന്ന കാര്യമാണ്. നമ്മുടെ ആൾക്കാർ പറയുന്നത് ഇവിടെ നടന്നു ഒന്നും പറയത്തില്ല. ഉഗാണ്ടയിൽ എവിടെ ഇരിക്കട്ടെ, പുല്ലാട്ടക്കാരിയാ പറയുന്നത്. കാലിഫോർണിയയിൽ ആരെവിടോട്ട് പോകാനാ ഇപ്പം? കാലിഫോർണിയ ഒന്നും പോകണ്ട, ഇവിടെ അടുത്ത് നടന്ന കാര്യമാണ്. ആ പയ്യന്റെ പേര് തേവൻ. തേവൻ എന്ന് പറയുന്ന പയ്യനെ പുല്ലാട് സ്കൂളിൽ കൊണ്ടിരുത്തി പള്ളിക്കൂടത്തിന് തീ വെച്ചു. അന്നത്തെ പ്രമാണിമാർ ആദ്യത്വമുണ്ടെന്ന് പറയുന്ന ആൾക്കാർ പള്ളിക്കൂടത്തിന് തീ വെച്ചെന്ന്. അപ്പോൾ ആ പ്രശ്നം രൂക്ഷമായപ്പോൾ ആ പയ്യനെ കൂടുതൽ സഹായം ചെയ്ത ആളാ ഈ എലവന്തെട്ടെ സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ. എല്ലാ ഭാഗവും ഞാൻ പോകുന്നില്ല. ചേർത്താണ് ചേച്ചി പറഞ്ഞു വിദ്യ അഭ്യസിക്കാൻ ഒത്തിരി സാവകാശം ഒരുക്കി. ആ പയ്യൻ പിന്നെ നന്നായിട്ട് പഠിച്ചു, പ്രഗത്ഭനായി, മിടുക്കനായി. അന്നത്തെ കാലത്ത് അദ്ദേഹം ശാസ്ത്രി പട്ടം എടുത്തു. അദ്ദേഹമാണ് പിൽക്കാലത്ത് പ്രസിദ്ധനായ കേശവശാസ്ത്രി. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള അന്ധകാര നിബിഡമായ സ്ഥലമായിരുന്നു. വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല, വഴി നടക്കാൻ അനുവദിക്കത്തില്ല. ഞാൻ എല്ലായിടത്തും പറയുന്നത് ഇതുപോലെ വെള്ളത്തുണി, എൻ്റെ വല്യപ്പൻ്റെ അപ്പന് ഇതുപോലെ വെള്ളത്തുണി ഒന്ന് വിട്ടുകൊണ്ട് ഈ എലവന്തെട്ടേ കൂടോ ഈ ഊന്നുകല്ലിൽ കൂടോ പത്തനംതിട്ട ടൗണിലൊന്നും വരാനൊക്കത്തില്ല. മനസ്സിലായി കാണും കാര്യം എന്നാന്ന്. വിശദീകരിക്കണോ? വേണ്ട, പുള്ളിക്ക് ഒന്ന് മനസ്സിലായി. ഇനി പുള്ളി പറഞ്ഞ ഒന്നും വിശദീകരിക്കണ്ടെന്നാ. അപ്പൊ ഇതുപോലുള്ള വെള്ളത്തുണി ഉടുത്തോണ്ട് നടക്കാനൊക്കത്തില്ല എൻ്റെ വല്യപ്പൻ്റെ അപ്പന്. അതിനാ സാധുക്കൾക്ക് അങ്ങനെ നടക്കാനൊക്കത്തില്ല. നല്ല വസ്ത്രവും പട്ടുവസ്ത്രവും അങ്ങനെയുള്ളതൊക്കെ വലിയ പുള്ളിക്കാർക്ക് ധരിക്കാൻ പറ്റൂ. ഇനി അഥവാ ഒരു വെള്ളത്തുണി ഉടുക്കണമെന്ന് ഒരാഗ്രഹം പൂതികളൊക്കെ വന്ന കരിവാരി തേക്കണം, എന്നിട്ടേ ഉടുക്കാൻ പറ്റുള്ളൂ. ആ സ്ഥിതിക്കൊക്കെ മാറ്റം വരുത്തിയത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാനാണ് ഇപ്പൊ ഇഷ്ടംപോലെ വെള്ളത്തിൽ അതിൻ്റെ കേട് തീർത്താ അല്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമുള്ളതല്ല, എന്നാലും അങ്ങ് ഇടുക. പണ്ടത്തെ എല്ലാം കൂടെ തീർത്തിടുക. സഭയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞ പക്ഷം ഞായറാഴ്ച എല്ലാവരും അതിന് പ്രമാണമുണ്ട്. അതുകൊണ്ടാണ് സ്തോത്രം. ഇങ്ങനെ അന്ധകാരം പിടിച്ചൊരു കാലം അമ്മമാർക്ക് മാറി മറക്കാനൊക്കത്തില്ല. അതിന് വേറെ കാര്യമുണ്ട്. വിവരിക്കണോ? വേണ്ട, അതും വേണ്ട, വിവരിക്കുന്നില്ല. അവയവത്തിന് കരം കൊടുക്കണം. അവയവങ്ങൾക്ക്, സ്ത്രീകൾക്കും. ഒരമ്മയ്ക്ക് കരം കൊടുക്കാൻ കാശില്ല. അവയവം ചെത്തി ചേമ്പല വെച്ച് കൊടുത്തു. അവയവം ചെത്തി ചേമ്പല വെച്ച് കൊടുത്തു. ഇതുള്ളത് കൊണ്ടല്ലയോ കരം പിടിക്കുന്നത്, കൊണ്ടുപോകാൻ പറഞ്ഞു. ആ സ്ഥലത്തിന് ഇപ്പോഴും ആ അവയവത്തിന്റെ പേര് പറഞ്ഞ അറിയപ്പെടുന്നത്. ഇതുപോലെ അന്ധകാരം പിടിച്ചൊരു കാലം. അതുകൊണ്ടാണ് ചിലരൊക്കെ പ്രാന്താലയം എന്നൊക്കെ വിളിച്ചത്. ഒത്തിരി വിവരിക്കാനുണ്ട്. അടിമക്കമ്പോളങ്ങൾ. അപ്പനെ അമ്മയും മക്കളെ ഒന്നിച്ചു നിർത്തി വിൽക്കാൻ നിൽക്കും. കാശുള്ളവർ, താല്പര്യമുള്ളവർ ആരെയും ഒരാളെ കൊണ്ടുപോയില്ല. ചിലർ അമ്മയും പിള്ളേര്, അല്ലെ ചിലർ അപ്പനെ ഒന്നും മിണ്ടാമാലാതെ പഞ്ചവുച്ച വടക്കി നിർത്തിയ എതിർക്കാൻ നോക്കുമോ? ജോലി ചെയ്താൽ കൂലി ചോദിച്ച് തറവാട്ട് മുറ്റത്ത് കയറ്റുമോ? കയറ്റത്തില്ല. ഇപ്പോഴും ഇതൊക്കെ കാണിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഇതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പൊ ഇങ്ങനെ മമ്മി ജീസസ് എന്നൊക്കെ, പിന്നെ വെള്ളത്തിലൊക്കെ എനിക്കറിയാം. പിന്നെ ഓട്ടോ ഇരുമ്പ് കാണുമ്പോൾ അറിയാം നീ നല്ല കാഞ്ഞ വിത്താന്ന്. പിന്നെ ഇപ്പം യോഗമായതുകൊണ്ട് കണ്ണുമൊക്കെ മറിഞ്ഞിരിക്കുക. ഇത് പാടില്ല. മനുഷ്യനെ മനുഷ്യനായി കാണണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം. ജാതി സ്വാർത്ഥ കൊള്ളുകയല്ല. ജാതിയുടെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, ദൈവങ്ങളുടെ പേര് പറഞ്ഞ് അടിയുണ്ടാക്കരുതെന്നായി പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാ, ഈ കാര്യങ്ങൾ അങ്ങ് പറയാ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി. ഇതാരെയും നിർബന്ധിച്ചൊന്നും ചെല്ലി പറയാ, ബ്രദറെ ഇത് കേൾക്കണം, നിനക്ക് നല്ല മനസ്സുണ്ടേ മതി. പക്ഷെ ഇതാ സത്യം. അത് അവനവൻ തീരുമാനിക്കണം. ദൈവത്തിന് മഹത്വം.
അപ്പോൾ ഇത് ആളെ നിർബന്ധിച്ച് മതത്തിൽ കൂട്ടുകയല്ല, ഈ മാർഗത്തിൽ വരുത്തുകയല്ല, കാര്യം പറഞ്ഞു കൊടുക്കുക. അംഗീകരിച്ചവരോട് ചോദിച്ചു വല്ല ഗുണമുണ്ടോ എന്ന്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ അന്ധകാരം പിടിച്ച കാലം, ദൈവത്തിന് മഹത്വം, അതിനെല്ലാം മോചനം തരുവാൻ ആമ ഇടയാക്കിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു വിടാം, രണ്ടക്ഷരം കൂട്ടി വായിക്കാൻ ഇടയായത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ആണെന്ന് യോഗ്യമായി വസ്ത്രം ധരിക്കുവാൻ ഇടയായത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ആമൻ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഇടയായത് അറിയാമല്ലോ, പന്തിഭോജനം. ആശാൻ എഴുതിയ വരികൾ മറന്നിട്ടില്ല. ആമൻ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ, കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടല്ലകോ ജാതി. ഇത് ആശാൻ അന്ന് പാടി. ഇപ്പോഴും ഒക്കെ ഇതൊക്കെ ഉണ്ട്, മിക്കയിടത്തും ഉണ്ട്, ഇല്ലേ? അയ്യോ, പിന്നെ എല്ലായിടത്തും ഉണ്ടെന്ന്. നിങ്ങൾ ഓരോ ഈ ജാതി ചോദിക്കരുത്, പറയരുതെന്നാ. എന്നാലും കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ ക്ലിയർ ആക്കാണ്ട് ഇത് പറയണ്ടേ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ആലോക്യമാ പറയുക. ഓരോ ജാതിക്കാരെ എടുത്ത് അതിനകത്ത് തന്നെ പല വകുപ്പുകളാ. തമ്മിൽ കല്യാണം കഴിപ്പിക്കുകയല്ല. പൊതുവെ പറയുമ്പോൾ ഒന്നാ, പക്ഷെ വിഷയത്തോട് അടുക്കുമ്പം എന്നെ എല്ലാവരും ഇങ്ങനെ വള്ളം മുങ്ങിയതുപോലെ ഇരിക്കുന്നേ. എന്നോടിരിക്കും ഒരാൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു, പുള്ളി നിങ്ങളുടെ കൂടെ അല്ലയോ? ആ, ഞങ്ങളുടെ കൂടെ. മറ്റേതാ? നമ്മളോ? പിന്നെ നമ്മൾ സിറിയൻ. മറ്റേത്? ഈ അകത്ത് നിന്ന് ഇതെല്ലാം കളയണേ. ഇതിനകം ക്ലിയർ ആകണം. അതാ ദൈവം നോക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ അവരാ ദൈവത്തെ കാണുന്നത്. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. വർഗീയതയൊന്നും പാടില്ല, സ്പർദ്ധയൊന്നും പാടില്ല, മതത്തിന്റെ പേര് പറഞ്ഞ് അടിയുണ്ടാക്കരുത്, അലോഹ്യമുണ്ടാക്കരുത്. ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കട്ടെ, പോകട്ടെ, അംഗീകരിക്കട്ടെ, അവരാ നിലയിൽ പോകട്ടെ. പക്ഷേ ഒരു കാര്യം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാ, അവൻ സ്തോത്രം, നിനക്ക് സമാധാനം തരുവാൻ, ആശ്വാസം തരുവാൻ, രക്ഷയുടെ മാർഗം തരുവാൻ, നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവൾ യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴുലോകത്തിന്റെ ദൈവമാണ്. ആ ക്രിസ്തുവിന്റെ തിരുപ്പറവയിൽ അന്ധകാരം മാറി, ഇരുട്ട് മാറി. ദൈവത്തിന് മഹത്വം. ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ഞാൻ ദീർഘമാക്കുന്നില്ല. അവിടെ അടുത്ത വാക്യത്തിനുണ്ട്, ഭയപ്പെടേണ്ട, ഭയം മാറ്റും. ഇന്ന് രാത്രി മരണഭീതികളാൽ, ചിത്തഭ്രമങ്ങളാൽ, ആകുല ചിന്തകളാൽ ആരെങ്കിലും നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ നിന്റെ ഭയം മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. മരണമാകട്ടെ, രോഗമാകട്ടെ, ലോകമാകട്ടെ, പ്രകൃതി ശക്തികളാകട്ടെ, ഏത് വിഷയത്തിൽ ഭാരത്തോടിരിക്കുന്നു, ഇന്ന് രാത്രി ഭാരങ്ങളെ, ഭയത്തെ മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. മാത്രമാണോ സുവിശേഷം മുഖാന്തരം നമുക്കൊരു രക്ഷിതാവിനെ കിട്ടി. അവൻ ക്രിസ്തുവെന്ന രക്ഷിതാവ്. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുവാൻ ആമേൻ സ്തോത്രം കഴിവുള്ള ഒരുവനുണ്ട്, നസ്രയനാകുന്ന യേശു ക്രിസ്തു. അതാ ഈ സുവിശേഷം. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് എടുത്ത ഭാഗത്തേക്ക് വരാം. അങ്ങനെയുള്ള ഈ സുവിശേഷ ഭാഗത്തിന്റെ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 37 വായിച്ചത്. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം അവൻ ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠനെന്ന് എണ്ണിയിരിക്കുക. അവിടുന്ന് ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു, യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു, മോശയേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു, യോശുവയേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു, ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു, പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു, മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു, അഹരോനേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു, മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു, ദൈവാലയത്തേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു. എന്നിട്ട് ലേഖനത്തിൽ പൗലോസ് മൽക്കീസേദെക്കിനോടുള്ള ബന്ധത്തിൽ പറയുക, ഇവൻ എത്ര മകാനെന്ന് നോക്ക്. അതിനാ കാണാൻ കൊള്ളാവുന്നവനാ യേശു. നോക്കിയാൽ കണ്ണ് പറയുകയല്ല, ആ മുഖത്തേക്ക് നോക്കിയാൽ കണ്ണെടുക്കുകയല്ല. നമ്മുടെ മുഖത്തോട്ട് നോക്കുകയാണെങ്കിൽ 5-ാം പനി വന്ന് ആകും. ആ നോട്ടോ ഇരിപ്പം കണ്ടാൽ വെപ്രാളം കയറും. ദൈവമേ, അതുകൊണ്ട് ആരും നിന്നെ ശരിക്കും നോക്കാത്തതും. പക്ഷെ യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കി, ആ മുഖത്തിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീഴുന്നെന്നാണ്. വേറൊരു ഭാഗത്ത് ഒരു പേര് ശരി മത്താച്ചൻ എഴുതിയത്, മുഖത്ത് കോടി സൂര്യപ്രഭയേറുന്നെന്നാണ്. സ്തോത്രം. അവിടുത്തെ മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് പറിക്കുകയല്ല, വായിന്ന് വരുന്നതോ ലാവണ്യമാക്കുക, അല്ല നിന്നെ കൊല്ലും, തട്ടിക്കളയും, വെച്ചേക്കുക, അങ്ങനൊന്നുമല്ല. യേശു കൊല്ലുന്ന ദൈവമല്ല, യേശു ജീവിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. യേശു ആരെയും കൊല്ലത്തില്ല. യേശു എല്ലാവർക്കും ജീവൻ കൊടുക്കുന്നവനാ, സമൃദ്ധിയായ ജീവൻ കൊടുക്കുന്നവനാ. ദൈവത്തിന് മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് പറിക്കത്തില്ല, വായിന്ന് വരുന്നതെല്ലാം ലാവണ്യവാക്കുകളാ. അതുകൊണ്ട് ആ പള്ളിയിലിരുന്ന എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേലായി. ഇന്ന് രാത്രി ആ നസ്രായൻ നമ്മുടെ നടുവിലുണ്ട്.
എല്ലാവരും സേട്ടനാകുന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു അവൻ ആ പൊന്മുഖത്തേക്ക് നോക്കി. എന്തോ യോഗ്യതയാ. ഇവിടെ എലന്തൂരിലെ നമ്മുടെ TKS എഴുതിയ ഒരു പാട്ടുണ്ട്. അത് പാടാനൊന്നും അത്ര കഴിവൊന്നുമില്ല, ട്യൂണും സ്വരവും ഒന്നുമില്ല. അറിയാമല്ലോ, കേൾക്കുമ്പോൾ അറിയാമല്ലോ. എങ്കിലും പാടുകല്ല പറയുക. TKS എഴുതിയ വരി ഇങ്ങനെ ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി, ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ തുലം. കല്ലുക്ഷതലേശം കാണുന്നില്ലി മനുഷ്യനിലം നുര ചെയ്ത് താൻ. കല്ലുക്ഷതലേശം കാണുന്നില്ലി മനുഷ്യനിലം നുര ചെയ്തുക. മരണമതിൻ വിധി എഴുതിയതിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. മരണമതിൻ വിധി എഴുതിയതിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം.